യെസക്കിയേൽ 21 അധ്യായം. കർത്താവിൻ്റെ വാൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിന് നേരെ മുഖം തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക. ഇസ്രയേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക. ഇസ്രയേൽ ഭവനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടി മാറ്റാനായി തന്നെയാണ് തെക്കു മുതൽ വടക്കു വരെയുള്ള എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരുന്നത്. കർത്താവായ ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും. അത് ഇനി ഒരിക്കലും ഉറയിലിടുകയില്ല. മനുഷ്യപുത്ര, അവരുടെ മുമ്പിൽ കഠിന ദുഃഖത്തോടെ ഹൃദയം പൊട്ടുമാറ് നെടുവീർപ്പിടുക. നീ എന്തിനാണ് നെടുവീർപ്പെടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക, ഒരു വാർത്ത നിമിത്തമാണ്. അത് ശ്രവിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും, എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാ മനസ്സുകളും തളരും, എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും. ഇതാ അത് വരുന്നു, അത് നിറവേറുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഒരു വാൾ, തേച്ചുമിനുക്കി മൂർച്ച കൂട്ടിയ വാൾ. വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു. ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ? എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റ് തടിക്കഷ്ണങ്ങളെപ്പോലെ നിങ്ങൾ നിന്ദിച്ചു. ആകയാൽ ഉടനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുത്തിരിക്കുന്നു. സംഹാരകന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നീ ഉച്ചത്തിൽ കരയുകയും മുറിവിളി കൂട്ടുകയും ചെയ്യുക. എന്നാൽ വാൾ എൻ്റെ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാർക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ്. എൻ്റെ ജനത്തോടൊപ്പം പ്രഭുക്കന്മാരും വാളിനിരയാക്കപ്പെടും. ആകയാൽ നീ മാറത്തടിച്ച് കരയുക. നിങ്ങൾ ചെങ്കോലിനെ നിന്ദിച്ചാൽ എന്തുണ്ടാവും? ഇതൊരു പരീക്ഷണമല്ല, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, കൈകൊട്ടുക. സംഹാരഖഡ്ഗം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ. അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത്. അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിപതിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണത്. ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതും ആണ് അത്. ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക. ഞാനും കൈകൊട്ടും, എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവിൻ്റെ വാൾ കടന്നു വരുന്നതിന് 2 വഴികൾ നീ അടയാളപ്പെടുത്തുക. ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടണം. നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചൂണ്ടുപലക നാട്ടുക. അങ്ങനെ അമ്മോന്യരുടെ റബ്ബായിലേക്കും യൂദയായിലേക്കും കോട്ടകളാൽ സുരക്ഷിതമായ ജെറുസലേമിലേക്കും ആ വാൾ കടന്നു വരുന്നതിന് നീ വഴി അടയാളപ്പെടുത്തുക. എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴിത്തിരിവിൽ ശകുനം നോക്കി നിൽക്കുന്നു. അവൻ അസ്ത്രങ്ങൾ ഇളക്കുകയും കുലദൈവങ്ങളോട് ഉപദേശം ആരായുകയും കരൾനോട്ടം നടത്തുകയും ചെയ്യുന്നു. അവൻ്റെ വലങ്കയ്യിൽ ജെറുസലേമിലേക്ക് എന്ന കുറി ലഭിച്ചു. കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളി മുഴക്കാനും പ്രവേശന കവാടങ്ങളിൽ യന്ത്രമുട്ടി സ്ഥാപിക്കാനും മൺതിട്ടകൾ ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതിനായിരുന്നു അത്. ജെറുസലേം നിവാസികൾക്ക് ഇത് നിരർത്ഥകമായ ഒരു ശകുനമായി തോന്നും. അവർ എന്നാൽ അവരെ പിടിച്ചടക്കാനിടവരുത്തിയ അവരുടെ അകൃത്യങ്ങൾ
അവൻ അവരെ ഓർമ്മിപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പാപം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും നിങ്ങൾ എൻ്റെ ഓർമ്മയെ ഉണർത്തിയതുകൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും. ദുഷ്ടനും അധർമ്മിയുമായ ഇസ്രായേൽ രാജാവേ, നിന്റെ അവസാന ശിക്ഷയുടെ ദിനം വരുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക. ഇനി പഴയപടി തുടരുകയില്ല. താഴ്ന്നവൻ ഉയർത്തപ്പെടും, ഉയർന്നവൻ താഴ്ത്തപ്പെടും. നാശകൂമ്പാരം, ഞാൻ അതിനെ നാശകൂമ്പാരമാക്കും. യഥാർത്ഥ അവകാശി വരുന്നതുവരെ അതിൻ്റെ പൊടി പോലും അവശേഷിക്കുകയില്ല. അവന് ഞാൻ അത് നൽകും. മനുഷ്യപുത്ര, പ്രവചിക്കുക. അമ്മോന്യരെപ്പറ്റിയും അവരുടെ ധിക്കാരത്തെപ്പറ്റിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു. മിന്നൽ പോലെ വെട്ടിത്തിളങ്ങാൻ അത് തേച്ച് മിനുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശും. അവരുടെ ദിനം വന്നു കഴിഞ്ഞു, അവരുടെ അവസാന ശിക്ഷയുടെ സമയം. അത് ഉറയിലിടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത്, നിന്റെ ജന്മദേശത്ത് വെച്ച് നിന്നെ ഞാൻ വിധിക്കും. എൻ്റെ രോഷം ഞാൻ നിന്റെ മേൽ ചൊരിയും. എൻ്റെ ക്രോധാഗ്നി ജ്വാലകൾ നിന്റെ മേൽ വീശും. നിഷ്ഠൂരന്മാരായ സംഹാര വിദഗ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നീ അഗ്നിക്കിരയാകും. നിന്റെ രക്തം ദേശത്തൂടെ ഒഴുകും. നിന്റെ സ്മരണ പോലും അവശേഷിക്കുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്.